അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന സദഖല്ലാഹുൽ അലിയ്യുൽ അളീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട അധ്യാപകന്മാർ, കർണങ്ങളായ വിദ്യാർത്ഥികൾ, ഞാനിവിടെ വരുമ്പോൾ വിചാരിച്ചിരുന്നത് ഒരു ഹാളിൽ ഒരു മേശയും കസാരയും ഒരു സ്പീക്കർ സെറ്റൊക്കെ ആയിരുന്നു കരുതിയിരുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഈ സെറ്റപ്പും സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എത്ര മാർക്കിടണമെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുന്നത്. 100 മാർക്കിട്ടാൽ അത് കുറഞ്ഞു പോകുമോ എന്നുള്ള പേടിയപ്പം എനിക്കുള്ളത്. അതിലേറെ മാർക്കിടാൻ വകുപ്പുണ്ടോ എന്നുള്ളതാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ മഹാപ്രതിഭകളാണെന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്. അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ. ആ എക്സ്പോ ഇവരെന്നാണ് ഹയർ സെക്കൻഡറിയിൽ ഇവരുണ്ടാവില്ലേ? ആ എക്സ്പോയും എനിക്ക് ആസ്വദിച്ച് കാണാൻ കഴിഞ്ഞില്ലോ എന്നതിൽ വല്ലാതെ വിഷമം തോന്നി. ഒരു കാര്യം തിരിഞ്ഞു, ഈ ഇരിക്കുന്നവരെല്ലാം പ്രതിഭകളല്ല, അത്യപൂർവ പ്രതിഭകൾ തന്നെയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടതിൽ എല്ലാ സന്തോഷവും ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. അത്യപൂർവ മഹാപ്രതിഭ എന്ന് പറയണം. അത്യപൂർവ പ്രതിഭ എന്നും പറഞ്ഞാൽ പോരാ, ഇതാകുക മഹാപ്രതിഭകളാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമാണ്. ഏത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പെടുന്നവർക്കും ആശ്വാസമാണ്. ഞാൻ 2-3 ഉദാഹരണങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. കഴിഞ്ഞ വർഷം കടലുണ്ടി കോർണീഷ് പള്ളിയിൽ ജുമാസ്കരിച്ച് സലാം വീട്ടി നോക്കുമ്പോൾ കുറേ വലിയ വലിയ ഉസ്താദുമാർ, അന്വേഷിച്ച് നോക്കുമ്പോൾ ജാമിയ സാഹിദിയിൽ നിന്ന് 250 ഉസ്താദുമാരാണ്. ഒട്ടും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അപ്രതീക്ഷിതമായിട്ടാണ് അവർ വന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് കടലുണ്ടിക്കാരുടെ മര്യാദയാണ്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെ 10-250 ഭക്ഷണം കൊടുക്കുക? ഒരു പന്തലിടുക, പൊങ്ങൽ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ എത്ര ദിവസത്തെ അധ്വാനം ഉണ്ടാവും, എത്ര കാശ് ചിലവഴിച്ചിട്ടുണ്ടാകും. അതിൻ്റെ എമൗണ്ടൊക്കെ കൂട്ടി നോക്കിയാൽ അൽഹംദുലില്ലാ ഞങ്ങളെ ഭക്ഷണം ഞാൻ കഴിച്ചു. ഞാൻ കഴിക്കൂലെന്ന് തീരുമാനിച്ചതിൽ നിന്ന് അപ്പോൾ എത്ര അധ്വാനം ഉണ്ടാകും. അപ്പം എനിക്ക് ഓർമ്മ വന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മക്കയിൽ നിന്ന് 400-ലേറെ മൈഗ്രേറ്റഡായ മുഹാജിറുകൾ മദീനയിൽ വന്നു. ഇവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. റെസ്റ്റോറൻ്റ് ഉണ്ടോ? കാറ്ററിംഗ് സർവീസ് ആരെ ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മുആഖാത്തായിരുന്നു, ഫ്രണ്ട്ഷിപ്പായിരുന്നു. അതങ്ങ് കടലുണ്ടിയിൽ നടത്തി തീർത്താന്ന് തീരുമാനിച്ചു. അഥവാ
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന നിവാസികളാണെന്ന് അൻസാരികളോട് പറഞ്ഞു, മൻ കാന മഅഹു തഅമു ഇത്നൈൻ ഫല്യദ്ഹബ് ബിസാലിത്തിൻ. വല്ല വീട്ടിലും 2 പേർക്ക് ഭക്ഷിക്കാനുള്ള എന്തെങ്കിലും ഭക്ഷണമുണ്ടെങ്കിൽ മൂന്നാമതൊരാളെ കൊണ്ടുപോയിട്ട് ആ 2 മൂന്നായി ഷെയർ ചെയ്യട്ടെ, പട്ടിണി മാറ്റട്ടെ എന്ന്. ആ ഒരൊറ്റ പ്രഖ്യാപനം വന്നപ്പോൾ മദീന നിവാസികൾ, അൻസാറുകൾ 400 പേരെയും കൊണ്ടുപോയി. അവരെല്ലാം പട്ടിണി മാറ്റി. ഇതെനിക്ക് ഓർമ്മ വന്നപ്പോൾ ഈ പ്രതിസന്ധിക്ക് ഞാനിവിടെ പറഞ്ഞു, കള്ളുണ്ടിക്കാരോട് പറഞ്ഞു, എല്ലാവരും പെരയിലേക്ക് പോകുമ്പോൾ ഒരാളെ 2 ആളെ 3 ആളെ കൊണ്ടുപോകാൻ പറ്റുന്നവർ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങ് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അവരാണെങ്കിൽ അന്ന് ഒന്നും കഴിച്ചിട്ടുമില്ല എന്ന് തോന്നുന്നുണ്ട്. വിശന്ന് അവശരായ അവസ്ഥയിലാണ്. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടിയപ്പോൾ അവർ മനസ്സറിഞ്ഞിട്ട് നന്നാക്കി ദുആയിരുന്നു. സന്തോഷമുള്ള ദുആ ഉണ്ടാകുമല്ലോ. ആ ദുആ കേട്ടപ്പോൾ ഒട്ടുമിക്ക പെരക്കാർക്കും വലിയ സന്തോഷമായി. അപ്പോൾ ആ പെരക്കാരൊക്കെ എല്ലാവരും ഒട്ടുമിക്ക വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹദിയും കൊടുത്ത്. ഈ ഒരു പ്രതിസന്ധിക്ക് എനിക്ക് പരിഹാരം എവിടെ നിന്ന് കിട്ടി? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആഖാത്ത് എന്ന് പറഞ്ഞാൽ ആഖാ യുആഖി, ആഖ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ആഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇഖ്വത്ത്, ഉഖുവത്ത് എന്നൊക്കെ പറഞ്ഞാൽ സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. അപ്പോൾ ഇന്ന് ലോകം മുഴുവനും പ്രയാസപ്പെടുന്നത് അഭയാർത്ഥികളെ കൊണ്ടല്ലേ. ആ അഭയാർത്ഥികളൊക്കെ അഭയാർത്ഥി ക്യാമ്പുകൾ കിടന്നിട്ട് വിഷമിക്കണത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ സുനാമിയോ അല്ലെങ്കിൽ ഓക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജലപ്രളയമോ കൊടുങ്കാറ്റോ ഉണ്ടായാലോ, ഇപ്പം വയനാട്ടിൽ കഴിഞ്ഞല്ലോ ചൂരൽമലയിൽ അത് 2 കൊല്ലം മുമ്പ് 2019 ഇവിടെ കവളപ്പാറയിൽ എത്ര ദിവസമാണ് ഈ ക്യാമ്പിൽ കിടന്നിട്ട് ഉടുതുണിക്കും മറുതുണിയില്ലാതെ വിഷമിക്കുന്നത്? ഇതല്ലേ ഗവൺമെൻറ് ചെയ്യുന്നത്? എന്നാൽ സ്വഹാബ് തങ്ങൾ വിഷമം ഉണ്ടായില്ല. കാരണം എന്ത് നടപ്പിൽ വരുത്തി? മുആഖാത്ത് നടപ്പിൽ വരുത്തി. ഇനി മറ്റൊരു വിഷയം പറയാം. പള്ളിക്ക്, മദ്രസക്ക്, സ്ഥാപനത്തൊക്കെ തറക്കലിടുമ്പോൾ വലിയ തറക്കലുണ്ട്, കുഴപ്പമുണ്ടാകുമല്ലോ. അത് ഈക്കക്കാരനാണോ, എപിക്കാരനാണോ, അത് മറ്റേ ഗ്രൂപ്പാണോ, സമസ്തയാണോ, സംസ്ഥാനമാണോ, ദക്ഷിണാണോ, അതാണ് ഈ ലീഗാണോ, കോൺഗ്രസ് ആണോ, മാർക്സിസ്റ്റ് ആണോ, ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വലിയ അവിടെ എന്താ കൈകാര്യം ചെയ്യുക? ഇനി കുടുംബത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സർവ്വസാധാരണയാണ്. അത് ഓനക്കും വേണം, പെനക്കും വേണം പപ്പടം, എനിക്കും വേണം പപ്പടം, എനിക്കും വേണം ഏട്ടൻ മണി, നീ അഞ്ചം പറയും, ഇങ്ങനെ തുടങ്ങിയിട്ട് പേരും പ്രശ്നങ്ങൾ, ചെറിയ നിസ്സാര വിഷയങ്ങൾ. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് 25 വയസ്സുള്ള സമയത്ത് അറബികൾ കഅബ പടുത്തുയർത്തുമ്പോൾ ആരാ ഹജറുൽ അസ്വദ് വെക്കുക? വലിയ ചർച്ചയായി. ഇവിടെ EKP അല്ലെങ്കിൽ ലീഗ്, മാർക്സിസ്റ്റ്, കോൺഗ്രസ്, BJPക്ക് പകരം അവിടെ ഗോത്രവർഗങ്ങളാണ്. ഓരോ ഗോത്രവും പറഞ്ഞ് ഞങ്ങൾക്ക് അതിൻ്റെ അർഹത, ഞങ്ങളെ ഗോത്രമാണ്, ഞങ്ങളെ ഗോത്ര എന്ന്. ആര് വെച്ചാലും വലിയ പ്രശ്നമാവും. തങ്ങളാപ്പ ആര് വെച്ചാലും വലിയ പ്രശ്നമാകും. എന്താ കാട്ടുക? അപ്പം എല്ലാവരും കൂടി തീരുമാനിച്ച് ആദ്യം ആരാ ഹറമിൽക്ക് കടന്നു വരുന്നത് അവരെടുക്കുന്ന തീരുമാനമാകാം. ഇതെല്ലാവരും ഐക്യകണ്ഠേന പാസ്സാക്കി. വന്ന് നോക്കുമ്പോൾ ആദ്യം കടന്നു വരുന്നത്
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പം എല്ലാവർക്കും എന്തെങ്കിലും നല്ല പരിഹാരമാർഗം ഉണ്ടാകും. അപ്പോൾ ലിസ്റ്റ് ചെയ്ത് ആരൊക്കെയാണ്? 10 ഗോത്രമുണ്ട്. 10 ഗോത്രത്തിൻ്റെ തലവന്മാരെ ആരൊക്കെ എല്ലാവരും ലിസ്റ്റ് ചെയ്ത്, ഉദാഹരണത്തിന് എന്ന് നല്ലൊരു പൾപ്പ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പൾപ്പ്, എന്നിട്ട് ആ പൾപ്പിൽ ഹജറുൽ അസ്വദ് വെച്ച് 10 ആളോടും അത് പിടിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് 10 ആളും കൂടി അത് ഉയർത്തി പിടിച്ച് എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് അത് വെച്ചു. പ്രശ്നം അവിടെ പരിഹരിച്ചു. അത് കണ്ടിട്ടാണ് കടലുണ്ടിയിൽ പള്ളിക്ക് കുറ്റിയടിച്ചൊക്കെ അങ്ങനെയാണ്. കുറ്റിയടിച്ചതും തർക്കലിട്ടൊക്കെ എല്ലാവരും തർക്കലിടാൻ തീരുമാനിച്ചു. കടലുണ്ടി മഹല്ലത്തുള്ള മുഴുവൻ ആൾ വലിയൊരു കടങ്ങാട്ട് കയറി ഒരു പള്ളിൻ്റെ കേക്കയറ്റം തൊട്ട് തെക്കേ മൂലോട്ട് വടക്കേ മൂല വരെ ഒരു ശാല ഉണ്ടാക്കി. എന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഒരു ചെറിയ കോൺക്രീറ്റിൻ്റെ റബ്ബർ പാലം ഉണ്ടാകുമല്ലോ അതിലാക്കിയിട്ട്, അപ്പോൾ എല്ലാവരും കൂടി എന്താവട്ടെ, അപ്പം എല്ലാവരും ഇങ്ങ് പരിഗണിക്കുക. ഏത് കുടുംബ പ്രശ്നവും തീരാൻ ഏറ്റവും നല്ലതാണ് എന്താകുക എന്നുള്ളത്, എല്ലാവരും പരിഗണിക്കുക എന്നുള്ളത്. ഇനി കുട്ടികൾക്കൊക്കെ പട്ടിണി, പരാജയം, വിഷമം, ബുദ്ധിമുട്ട്, അസുഖം, എന്തെല്ലാം പ്രയാസങ്ങളായിട്ട് മാനസിക തളർന്നത്. ഇന്നും നിങ്ങൾ പത്രം വായിച്ചു നോക്കിയാൽ അറിയാം, കേരളത്തിൽ ആത്മഹത്യയിൽ ചിലതിൽ 1-ാം സ്ഥാനത്ത്, ഇപ്പം ഞാൻ ഇന്നത്തെ പത്രത്തിലുണ്ട്, 3-ാം സ്ഥാനത്ത്, 1-ാം സ്ഥാനത്തൊക്കെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പം, വിഷമം വരുമ്പോൾ, ചായ പിടിക്കാൻ കാശില്ലാത്തത്, കടി കിട്ടാത്തത്, ഇങ്ങനെ തുടങ്ങിയ അപ്പോഴാണ് ആ ഖന്തഖ് യുദ്ധത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വലാസങ്ങൾ അനുഭവിച്ച പട്ടിണി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ ഇട്ടാത്തതല്ല, 4 കൂട്ടാനില്ലാത്തതല്ല, 5 കൂട്ടാനില്ലാത്തതല്ല, മറിച്ച് വിഷന്നൊട്ടി അവശനായി 2 കല്ല് വയറ്റിൽ കെട്ടിയ ആ പട്ടിണി ഇങ്ങോട്ട് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ 1000 വട്ടം ചിന്തിക്കണ്ടേ, റബ്ബേ നമുക്കെന്ത് വിഷമമുള്ളത്. മുത്തുനബി എത്രയാണ് പട്ടിണി കിടന്നത്, മുത്തുനബി എത്രയാണ് സഹിച്ചത്. നമുക്ക് തുണി മുറുക്കി ഉടുക്കേണ്ടി വന്നു എന്നതിലപ്പുറം അങ്ങനെ വന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ലോകൊട്ടാകെ പ്രതിസന്ധിയാകുന്ന ഒന്നാണ് ജയിൽ കുറ്റവാളികൾ. കുറ്റം ചെയ്ത കുറ്റവാളികൾ ജയിലടക്കണം. ഒരു രാജാവ് സമൃദ്ധിയുടെ ആളാണ്, ആർക്കും വിഷമം വരുന്നുള്ള ആളാണ്. രാജാവ് പന്ത് കളിക്കാൻ പോയിട്ടില്ല, പന്തളി കാണാൻ വേണ്ടി പോയി. കാണാൻ വേണ്ടി പോയപ്പോൾ രാജാവിന് വല്ലാത്ത അത്ഭുതം. രാജെന്തപ്പി നടക്കണത്, ഈ 10-25 ആൾക്കാർ കൂടിയാണ്ട് ഒരു പന്തിന് പിടിമ്പലുണ്ടാക്കുക. ഇതിൻ്റെ രാജ്യത്ത് പറ്റൂല. എങ്ങനെ ഒരു പന്തിന് പിടിയും ബലും തല്ലും, അങ്ങോട്ടോടുക പിന്നാലെ ഓടുക. അപ്പം ഞാൻ പാസ്സാക്കി എല്ലാവർക്കും ഓരോ പന്ത് കൊടുക്കാന്ന്. എന്താക്കാൻ പാടില്ല, എല്ലാവരും കൂടി ഒരു പന്തിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. ഇത് എന്താ എൻ്റെ രാജ്യത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജയിലുണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെ പന്ത് കളിയാവുമോ? ഓരോരുത്തർ പന്തിട്ട് കളിച്ചാൽ ചിലയിടത്ത് എന്താ വേണ്ടി വരും?
ഗ്രൂപ്പായിട്ട് തന്നെ ചില ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. പരീക്ഷ എല്ലാവരും കൂടി എഴുതാൻ പാടുണ്ടോ? എൻ്റെ പേപ്പർ നിങ്ങളെ ഞാൻ എഴുതാൻ പാടുണ്ടോ? അത് ഞാൻ ഒറ്റയ്ക്ക്. പന്ത് കളിക്കുമ്പോഴോ ഓരോരുത്തരും ഓരോ പന്ത് കളിച്ചാൽ ശരിയാകും. എന്താവണം? അവിടെ ഗ്രൂപ്പ് കൂടിയിട്ട് കളിച്ചെങ്കിലേ എന്താകുള്ളൂ, പന്ത് കളിയാകുള്ളൂ. എന്ന മാതിരി ഓരോരുത്തർക്കും ഓരോ ജയിലുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഉള്ള ജയിലിൽ കുറ്റവാളികളൊക്കെ അപ്പോഴാണെങ്കിലോ, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്ന സംഭവം എന്താണ്? ഏത് വലിയ വലിയ കൊള്ളക്കാരനെ പിടിച്ചാലും എവിടുന്ന് ഈ ബാങ്ക് കൊള്ളൊക്കെ പഠിച്ചു വെച്ചാൽ ആദ്യം മൂതരം കട്ടു ആണ് ജയിലിൽ കൊണ്ടുപോയി അറസ്റ്റത്. അപ്പോൾ അവിടെ ബാങ്ക് വലിയ കൊള്ളക്കാരുണ്ട്. ഓൻ എടുത്തു കൊടുത്താണ് ക്ലാസ് എടുത്തു കൊടുത്താന്ന് നിങ്ങൾ പത്രമൊക്കെ വായിക്കല്ലോ എന്ന് മനസ്സിലാക്കണേ. എന്നാ ഇതിനൊരു പരിഹാരം കേരളത്തിലാകെ നിർദ്ദേശിച്ചത് അലക്സാണ്ടർ ജേക്കബാണ്, മുൻ DGP. അലക്സാണ്ടർ ജേക്കബിന് ഇത് എവിടുന്നേ ഒരു ഐഡിയ കിട്ടിയത്? ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് എവിടുന്നേ? ഇനി അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു, ആ ജയിൽ ചപ്പാത്തി എന്നുള്ള സംവിധാനം, ജയിൽ ചപ്പാത്തി കൊണ്ട് എത്ര നേട്ടാണ് ഇവിടെ ഗവൺമെൻറ് ഉണ്ടാക്കിയത്. ആ ജയിൽ ചപ്പാത്തി വിറ്റ കാശ് കൊണ്ട് ഗവൺമെൻറ് നല്ല വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ജയിൽ തന്നെ അതുകൊണ്ടാക്കിയിട്ടുണ്ട്. വേറെ എത്രയോ രാജ്യങ്ങളിൽ, ആ രാജ്യത്തൊക്കെ വെള്ളപ്പൊക്കമോ മറ്റൊക്കെ പട്ടിണി ഉണ്ടായ പെട്ടെന്ന് കേരളം കൊടുത്തേക്കാറുള്ള എന്താണ്? ജയിൽ ചപ്പാത്തിയാണ്. ഈ ചിന്ത അലക്സാണ്ടർ ജേക്കബിന് എവിടുന്ന് കിട്ടി? അലക്സാണ്ടർ ജേക്കബ് പറയുന്നു, എനിക്ക് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ കിട്ടിയത് എന്ന്. അലക്സാണ്ടർ ജേക്കബ് ഇതൊരു മീലാദ് യോത്തി പറഞ്ഞതല്ല, പബ്ലിക് ചാനലിൽ പറഞ്ഞതാണ്. അഥവാ ബദർ യുദ്ധത്തിൽ ബന്ദികളാക്കിയ കുറ്റവാളികൾ പിടിക്കപ്പെട്ടപ്പോൾ ആ കുറ്റവാളികൾ എന്ത് ചെയ്യണമെന്ന് ചർച്ച വന്നപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനമെടുത്തു, എഴുതാനും വായിക്കാനും അറിയുന്ന സാക്ഷരരുണ്ടെങ്കിൽ മദീനയിൽ എഴുതാനും വായിക്കാനും അറിയാത്ത 10 ആളുകൾക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ അവരെ നിരുപാധികം ജയിലിൽ നിന്ന് മോചിപ്പിക്കാമെന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിന്ന്. ഇനി മത്സരത്തിൽ തോറ്റ് എത്ര ആളുകളാണ് പരീക്ഷ തോറ്റതിന് ആത്മഹത്യയിൽ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വട്ടം തോറ്റുകണ്? ആരോടൊക്കെ തോറ്റുകണ്? സ്വന്തം ഭാര്യനോട് തോറ്റ്. ചെറിയ കുട്ടി. അള്ളാഹുവിൻ്റെ റസൂലിക്ക് എത്ര വയസ്സുണ്ട്? 50. ആയിഷാ ബീവിക്ക് എത്ര വയസ്സ്? 9 വയസ്സ്. ആയിഷാ ബീവിയും അള്ളാഹുവിൻ്റെ റസൂൽ ഓടിയിട്ട് ആര് തോറ്റ്? അള്ളാഹുവിൻ്റെ റസൂൽ തോറ്റ്. അപ്പോൾ തോൽക്കണം. പിന്നെ ഒരറാബിയോട് തോറ്റുകണ്. അതോ തോറ്റതെന്ത്? അറാബി എന്ന് പറഞ്ഞാൽ ആദിവാസി. ആദിവാസി എന്ന് പറഞ്ഞാൽ ഒട്ടും അക്ഷരാഭ്യാസമില്ലാത്ത, മര്യാദ ഇല്ലാത്ത. അതോ അക്ഷരാഭ്യാസി ഒരു ചാവലാടി കഴുതേറ്റ് വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ വന്നു. ആര് തോറ്റു? അള്ളാഹുവിൻ്റെ റസൂൽ തോറ്റു. അപ്പം ഇതൊക്കെ നമുക്ക് എന്തിനും എല്ലാറ്റിലും മനുഷ്യൻ്റെ ജീവിതത്തിൽ തോൽവി വേണം, വിജയം വേണം. യുദ്ധത്തിൽ, ഹുദൈബിയ സന്ധിയിൽ അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, ഇതൊക്കെ വിജയവും പരാജയവും തോൽവിയും ഇതൊക്കെ ഒരു മനുഷ്യ സഹജമാണ്. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് ഇങ്ങനെ നേതൃരംഗത്ത് എവിടെ നോക്കിയാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കണം. അവിടത്തോട് നന്നായി സ്നേഹിക്കണം. അവിടുന്ന് പറഞ്ഞത് എന്തുണ്ടോ അതൊക്കെയും നിങ്ങൾ ഉൾക്കൊള്ളണം, കേൾക്കണം, പകർത്തണം ജീവിതത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭക്ഷണം കഴിച്ചോ? നല്ല മന്തി ഉണ്ടല്ലേ അല്ലേ? എന്താ അപ്പം അതിൻ്റെ രസം പടച്ചോനെ.
അതുകൊണ്ട് വേഗം കഴിഞ്ഞ് കിട്ടിയാൽ മദീനെന്ന് കരുതുകയാണ്. ഇതേ മന്തി നാളെ രാവിലെ ആണെങ്കിലോ ബാക്കിയുള്ളത് വേണ്ട വേണ്ട, അതെങ്ങാനും ബാക്കിയുണ്ടെങ്കിൽ കുഴിച്ച് കൊണ്ട് വേറെ ആർക്കും കൊടുക്കാണ്ട് ആർക്കും പറ്റൂല. ഇന്ന് രാവിലത്തെ പത്രം അതിന് 15 ഉറുപ്പ്യ 20 ഉറുപ്പ്യ രണ്ടേനി. വൈകുന്നേരം ആകുമ്പോഴോ വല്ല വിലയുണ്ടോ? വല്ല വിലയുണ്ടോ? ഇന്നലത്തെ ഫ്ലവർ നല്ല ഷോ ഉണ്ടായിരുന്നു. ഇന്നാകുമ്പോഴേക്കത് ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ? എന്താ ഇവിടെ മറ്റേ വെക്കാത്തത്? നാച്ചുറൽ ഫ്ലവർ വെച്ചാൽ നാളേക്കൽക്കത് പാടിപ്പോൾ മുതലാവൂലെന്ന് കരുതിയിട്ട്. എന്നാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ തിയറികളും 1500 വർഷമായിട്ടും ഏതെങ്കിലും ഒന്നൊരു പുളിപ്പോ ഏതെങ്കിലും ഒന്നൊരു സ്വാദ് കുറവോ എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ കഴിയും. കാണിച്ചു നോക്കിയവരും പരിഹസിച്ചവരും മക്കാറാക്കിയവരൊക്കെ കുറെ ഉണ്ട് ഇനി. പക്ഷേ അവരൊക്കെ തിരുത്തി പറയേണ്ടി വന്നു, മാറ്റി പറയേണ്ടി വന്നു. ഒരു വ്യക്തി 2 വ്യക്തിയൊന്നുമല്ല. അതിൽ നിങ്ങൾ മനസ്സിലാക്കണം, ലോകൊട്ടാകെ വല്ലാതെ കുതിര കയറിയ ഒന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പ്രസവിക്കുന്നവരെ കല്യാണം കഴിക്കുക. ഓ, മനുഷ്യന്മാരെന്താ പെറ്റി 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 പെരുകാനാണ് എന്താ. അപ്പോൾ ഈ ചിന്ത തുടങ്ങി 1960. അന്ന് കൊടിയ ദാരിദ്ര്യം, പട്ടിണിയോട് പട്ടിണി. എന്തെന്നില്ലാത്ത വിഷമം. അപ്പോഴാണ് ലോകം ഒട്ടാകെ തീരുമാനമെടുത്തത് ഈ പട്ടിണിക്കൊക്കെ കാരണം. ഇപ്പോൾ ഇന്നിവിടെ 100, 200, 300 ആൾക്ക് മന്തി ഉണ്ടാക്കി കാണണം. ഒരു 500 ആൾക്കാരും കൂടി വേറെ വന്നാൽ എന്താവും? കഥകൾ സമ്മതിക്കുമോ? ആ, നല്ല ഓട്ടായി. പിന്നെ ഇവിടെ എന്താവൂലേ? ആർക്കും മന്തി ഉണ്ടാകൂല. അപ്പോൾ ഈ ഭക്ഷണം ചെയ്യാൻ അതിൽക്ക് ഇത്രയും കൂടി ആൾക്കാരിങ്ങനെ പെറ്റുപരിക്കാൻ എന്താ കാട്ടുക? അങ്ങനെയാണ് ലോകൊട്ടാകെ തീരുമാനിച്ചത്. സന്താനാദിക്കാണ് ഈ പട്ടിണിക്കും പ്രയാസത്തിലൊക്കെ ദാരിദ്ര്യത്തിലൊക്കെ കാരണം. ആയതുകൊണ്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ബർത്ത് കൺട്രോളിങ്, ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം. നമുക്കൊന്ന്. ഇപ്പം എന്തായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 1960 പോപ്പുലേഷൻ നോക്കണം നിങ്ങൾ. ചാറ്റ് GPT വിളിച്ചേക്കാം, നിങ്ങൾക്കൊക്കെ ചാറ്റ് GPT വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ എത്രയാണ് ലോകത്ത് പോപ്പുലേഷൻ? കേരളത്തിൽ എത്രയാണ് പോപ്പുലേഷൻ? ഇപ്പോൾ ലോകത്ത് പോപ്പുലേഷൻ എത്ര അറിയോ? എത്ര ഫാറൂഖ്? 700? പഠിച്ചോന് ഏത് കാലത്താണ് ഫാറൂഖ്? 100 കൊല്ലം മുമ്പാണ് ഫാറൂഖ്. എനിക്ക് 50 കൊല്ലം മുമ്പാന്നാ തോന്നുന്നത്. ഒന്ന് ചാറ്റ് GPT വെച്ച് നോക്കട്ടെ. 825 കോടി ഉണ്ടാവും. 8.23 ബില്യൺ അടിച്ചു നോക്കട്ടെ. ഇത് എത്ര? 800. ഇന്നത്തെ കിട്ടട്ടെ. നിങ്ങൾ ഇപ്പം ഇനി പഴയതൊന്നും പറയരുത്. എത്രയാണ്? 820 കോടി. 820 കോടി. എന്നാൽ നിങ്ങൾ 1960 എത്ര ജനങ്ങളുടെ അതും ചോദിച്ചു. ചാറ്റ് GPT എല്ലാം പറഞ്ഞത് ഇപ്പം സുഖമല്ല. എന്ത് ചാറ്റ് GPT ജെമിനിയും AI ടൂൾസുകളും. 1960 എത്ര കുട്ടികളുടെ ചോദിച്ചു നോക്കണ്ടേ? ലോകത്ത് എത്ര ആളുടെ? എത്ര? 325 കോടി ഉണ്ടായി. എത്രയാണ്? 325 കോടി. ഇപ്പം എത്ര കോടി? 500 കോടി കൂടി. എത്ര? ഇതിനേക്കാൾ 1960 എത്ര ജനങ്ങൾ കൂടി? 600. ഇപ്പം മനുഷ്യന്മാരൊക്കെ എല്ലാവരും തിന്ന് പോയില്ലേ? ഇപ്പം ലോകത്ത് മനുഷ്യന്മാരും ബാക്കിയുണ്ടോ?
അല്ല, അന്നത്തെ ദാരിദ്ര്യം ഒന്നുണ്ടോ? മാത്രല്ല അന്നത്തെ ദാരിദ്ര്യ രേഖകൾ നോക്കുക. അന്നത്തെ ദരിദ്രം ആലോചിക്കുക, ഇന്നത്തെ ദരിദ്രം ആലോചിക്കുക. കേരളത്തിൽ അന്ന് കേരളത്തിൽ 67% ദരിദ്രം. അന്നത്തെ കേരളത്തിൽ 67. ചാറ്റ് ഇപ്പിട്ട് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞൊന്നും കേൾക്കണ്ട. എത്ര? 67% അന്ന് കേരളത്തിൽ എന്ത് ദരിദ്രം. എന്തെങ്കിലും തിന്നാളുള്ള എത്ര ശതമാനമുള്ള അബ്ദാജി? 33% ഉള്ളൂ. ഇപ്പോഴോ കേരളത്തിൽ ദരിദ്രരോ 0.. എത്രയാണ്? അന്നത്തെ ദരിദ്രം 1% പോലും കേരളത്തിൽ എന്തില്ല, ഇല്ല. അപ്പൊ ഈ കണക്കൂട്ടിലൊക്കെ എവിടെ പോയി? ലോകത്തിന്റെ കണക്കുകൂട്ടിലൊക്കെ എവിടെ പോയി? മാത്രല്ല ഇപ്പോ മലപ്പുറം ജില്ലയിലും കൂടി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത് എനിക്ക് വലിയ സങ്കടമായിപ്പോയത്. കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ കുറേ കൊല്ലമായി സർക്കാർ സ്കൂളിൽ കുട്ടികൾ കുറവേനി. സർക്കാർ സ്കൂളിൽ കുട്ടികൾ കുറവേനി. അപ്പം അതിനെല്ലാവരും കൂടി കുലങ്കഷമായി ആലോചിച്ചു. പല ചർച്ചകൾ, പഠനങ്ങൾ, പല റിസർച്ചുകൾ നടത്തി, പല കമ്മീഷനും പുറപ്പെടുവിച്ചു. എത്ര ഫണ്ടൊക്കെ തയ്യാറാക്കി കമ്മീഷനൊക്കെ. എല്ലാവരും കൂടി കണ്ടെത്തി എന്താ? പ്രൈവറ്റ് വിദ്യാഭ്യാസങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരങ്ങൾ ഉയർന്നു, സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങൾ കൂടി. പൊതുവിദ്യാലയങ്ങൾ എന്തില്ല? സംവിധാനങ്ങളും സൗകര്യങ്ങളും നിലവാരമില്ല. ആയതുകൊണ്ടാണ് കുട്ടികൾ കൂട്ടത്തോടെ ഒടുക്ക് പോവുകയാണ് പ്രൈവറ്റ്. അപ്പം അതിനെന്താ പരിഹാര മാർഗം? പ്രൈവറ്റ് ഇപ്പോൾ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹൈ സ്റ്റാൻഡേർഡിലാക്കുക. ആ കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക. അങ്ങനെ 45,000 സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കി. 50,000 കോടി രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിച്ചു. പിന്നെ പരീക്ഷാ റിസൾട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ചു. ഫുൾ A+ വാരിക്കോരി കൊടുത്തു. എന്തെല്ലാം പരിഷ്കരണം ചെയ്തു നോക്കി. എന്നിട്ടും ഈ വർഷം നോക്കുമ്പോൾ 1,25,000 കുട്ടികൾ കുറവാ. അല്ലേ? 1,00,000. അപ്പോഴാണ് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കാര്യം അപകടമാണ്. കേരളത്തിലും എന്തായി? ജനനനിരക്ക് കുറഞ്ഞിരിക്കുന്നു. കേരളത്തിലും ജനനനിരക്ക് കുറഞ്ഞിരിക്കുന്നു. 1,25,000 കുട്ടികളുടെ ജനനത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരാ കേൾക്കേണ്ടത്. എല്ലാ ജില്ലകളിലും 2,000, 3,000, 4,000 കുറവാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ 15,000 കുട്ടികളാണ് കുറവ്. എത്രേ? മലപ്പുറം ജില്ലയിൽ 15,000 കുട്ടികളാണ് കുറവ്. ഇവിടെ ഈ കണക്കൂട്ടൽ എന്തായി? മാത്രല്ല ഇപ്പം ലോകം തിരിച്ചറിഞ്ഞു. ചന്ദ്രബാബു നായിഡു അറിയോ? ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ്. ഹി ആസ്ക്ഡ് എ സിറ്റിസൺ, he wanted against birth rate, dropping birth rate in Andhra Pradesh. He asked a citizen to learn from the mistake of China, Russia, Japan and South Korea. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പുതിയ തീരുമാനം കൊണ്ടുവരാൻ പോവുകയാണ്. എന്തിനാണ് ഈ എയർപോർട്ട് ഉണ്ടാക്കിയത്? എന്തിനാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കുന്നത്? എന്തിനാണ് 6 വരി പാതയാക്കണത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നത്? ഇനി ഇവിടെ ആരാ ഇവിടെ ഉണ്ടാകുക എന്നൊക്കെ ആര് വരാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുതിയ തീരുമാനം കൊണ്ടുവരാണ്. 2-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിലേ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റൂ എന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, മുത്ത് നബി പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ലാഞ്ചന കണ്ടെത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മൾ നന്നായി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കണം. അവിടുത്തെ സ്നേഹം പഠിക്കണം. അവിടുന്ന് ജനങ്ങളുടെ സമീപനങ്ങൾ പഠിക്കണം. അവിടുന്ന് പഠിച്ച നിർദ്ദേശങ്ങൾ പഠിക്കണം. നമ്മളിപ്പോൾ ദേവാ കോളേജ് ഉണ്ടാക്കുകയാണ്. നമ്മൾ ഇത് എന്തെല്ലാം ദേവാ പ്രവർത്തനങ്ങളാണ്. എല്ലാ കൊല്ലവും
ഹബീബ് ഉമർ തങ്ങളെ ദാറുൽ മുസ്തഫയിൽ വർഷാവസാനം വർഷാദ്യം അഥവാ ദുൽഹജ്ജ് 28, 29, മുഹറം 1, 10 അവിടെ മുൽത്തഖദ്വാത്ത് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലുമുള്ള ലോകപ്രശസ്തരായ പണ്ഡിതന്മാർ വന്ന് അവരുടെ നാടുകളിൽ നടക്കുന്ന ദേവകൾ പറയലാണ്. അങ്ങനെ എനിക്ക് അവസരം കിട്ടി. ഞാൻ ആദ്യം പറഞ്ഞ് മർക്കസ് പറഞ്ഞ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് പറഞ്ഞ് ഇത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് ദേവാക്കോളം അങ്ങനെ എന്നതാക്കി എല്ലാം കൂടി 250 ഏക്കർ സ്ഥലം ഉണ്ട് എന്നൊക്കെ തുടങ്ങി എല്ലായിടത്തും പറഞ്ഞ് എന്തായാലും ഏറ്റവും ഉഷാറ് എനിക്ക് തോന്നി. അതിൽ നിന്ന് യൂറോപ്പിൽ നിന്നൊരു പണ്ഡിതൻ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു ദഅവക്കൊന്നും വേണ്ട, ഒരു സ്ഥലവും വേണ്ട, ഒരു ബിൽഡിങ്ങും വേണ്ട, ഒരു കോളേജും വേണ്ട, ഒരു സെമിനാറും വേണ്ട, ഒരു പൈസൻ്റെ ചെലവുമില്ല, ഒരധ്വാനവും ഇല്ല. അതെങ്ങനെ ദഅവ നമുക്ക് മനസ്സിലാക്കണം. അത്തഖല്ലുഖു ബി അഖ്ലാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തഖല്ലുഖു ബി അഖ്ലാഖി റസൂലില്ലാഹി. ഓരോരുത്തരും അഷ്റഫുൽ ഖൽഖ് സ്വങ്ങളെ സ്വഭാവം ഒന്ന് പഠിക്കുക, പഠിച്ചിട്ട് ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പള്ളിയിലെ ഉസ്താദ് സുബൈ നിസ്കരിച്ച് കഴിഞ്ഞാൽ അയാളെ പണി എന്ന് പറഞ്ഞാൽ പള്ളിൻ്റെ വരാലിരുന്നിട്ട് നാഷണൽ ഹൈവൻ്റെ ഇങ്ങനെ പോണവർക്കൊക്കെ ചിരിച്ചു കൊടുക്കല. അയാളെ പണി എന്താ? ഇങ്ങനെ ചിരിക്കുക. അപ്പം അതിലൂടെ ഒരു സയൻറ്റിസ്റ്റ് എല്ലാ ദിവസവും കാലത്ത് മോർണിംഗ് വാക്ക് നടത്തും, മോർണിംഗ് നടക്കും. അപ്പം ഇയാളിങ്ങനെ ചിരിക്കുമ്പോൾ ഇയാളിങ്ങനെ കോർക്കിച്ചിങ്ങനെ നോക്കും, എന്തിനാ ഇയാൾ ചിരി. കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നി ഇയാളോട് എന്തെങ്കിലും കിട്ടാനായിരിക്കും എന്താകണത് ചിരിക്കുന്ന. ആ പൂജാണ്ട് കഴിഞ്ഞോട്ടെ, എന്തെങ്കിലും 5 റുപ്യ 10 റുപ്യ 100 റുപ്യ കൊടുത്താൽ എന്തൊക്കെയല്ലോ, വെറുതെ ചിരിക്കുക എന്തെങ്കിലും കാരണം നമ്മളങ്ങനെ ആലോചിക്കുക. അങ്ങനെ ഇയാളോട് വന്നുകൊണ്ട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ആവശ്യം പറഞ്ഞു തരാറുണ്ട്. അപ്പം അയാൾ പറഞ്ഞ മറുപടി കേട്ടിട്ട് ഇയാളങ്ങോട്ട് അത്ഭുതപ്പെട്ടു. എൻ്റെ നബി പഠിപ്പിച്ചതാണ് പരിചിതരോടും അപരിചിതരോടും എന്താവണം. അത് ഞാൻ എൻ്റെ അന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചാണ്. ഞാൻ എല്ലാവരോടും എന്തായും കൊണ്ടേയിരിക്കും, ചിരിച്ചുകൊണ്ടേയിരിക്കും. ഇയാളെ മനസ്സാണ്ട് പെട്ടെന്ന് മാറിയില്ലേ. പെട്ടെന്ന് മാറിയിട്ട് ആ നബിനെ കുറിച്ചൊന്നും എനിക്ക് പഠിക്കണം എന്നല്ല എന്നായി. അപ്പോൾ ഒരു ബുക്ക് എടുത്തു കൊടുത്തു, ചെറിയ ബുക്ക് എടുത്തു കൊടുത്തു. അത് വായിച്ചപ്പോൾ ഒന്നും കൂടി രസം കൂടി, കൂടുതൽ പഠിക്കണം എന്നായി. കൂടുതൽ പഠിച്ചപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പം അവസാനം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയാൽ ഒട്ടുമിക്ക മോട്ടിവേഷനിലും ആദ്യം പറയൽ ചിരിനെ പറ്റിയാണ് പറയൽ. ഒക്കെ ഓരോ മോട്ടിവേറ്റർമാരെ ചോദിച്ചു നോക്കണ്ടി. 4 ലക്ഷമൊക്കെയാണ് എന്തിന് ചിലവ്. ഒക്കെ അറിയാലോ, ഒരാൾ ഇപ്പം അടുത്ത് വന്നിട്ട് 3 ലക്ഷം കൊടുത്തിട്ട് ക്ലാസ്സിന് കയറാതെ ഇറങ്ങിപ്പോയതും ഉണ്ടാക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. ഞാൻ ആളെ പേരൊന്നും പറയണ്ടല്ലോ. നമ്മളെ പരിസരത്ത് വന്നിട്ട് എത്ര 4 ലക്ഷം കൊടുക്കൊണ്ട് എന്തായി പോയതിന് 3 ലക്ഷം ആയതിന്. നിങ്ങളെന്താ മുത്തനബിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കണോ? ഒന്നുകൂടി ഞാൻ പറയട്ടെ. അപ്പോൾ എത്ര ഒറ്റ സംഭവം കൂടി പറഞ്ഞാൽ നിർത്തുക. കൊറോണ കഴിഞ്ഞ് ഞാൻ ആദ്യമായി ദുബായ് ചെന്നത്. അന്ന് കേരളത്തിൽ ആരും ദുബായി പോയിട്ടില്ല. കൊറോണ ഷാദിയായി പോയ ഒരു മലയാളി ഉസ്താദ് ഞാനാണ്. അപ്പോൾ ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുത്തിട്ട് അതിൽ നിന്ന് ഈ ഒരു മോട്ടിവേറ്റർ വല്ലാതെ ഒരു ഫാൻ മോട്ടിവേറ്റർ സ്വന്തം കൊണ്ടു നടന്ന് ആഫ്രിക്കയിലും ഉസ്ബെക്ക് മറ്റ് പല രാജ്യത്തും അതിന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഒരാൾ എൻ്റെ ക്ലാസ് കേട്ടു.
എന്നോട് വിളിപ്പിച്ചു, പെരേൽക്ക് വിളിപ്പിച്ചു. പെരേൽക്ക് വിളിപ്പിച്ച് നിങ്ങൾ ഓതിയ ഹദീസ് ഒന്ന് പറഞ്ഞുതരുമോ ചോദിച്ചു. നിങ്ങൾ ഓതിയ ഹദീസ് പറഞ്ഞുതരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് പടച്ചോനെ കിട്ടുക, എനിക്കിങ്ങനെ 2-3 മണിക്കൂർ പ്രസംഗിച്ചിടന്ന് എത്ര ഹദീസ് എന്തായിട്ടുണ്ടാകും, ഓതിയിട്ട് ഉണ്ടാകും. നിങ്ങൾ എന്തെങ്കിലും സൂചന പറഞ്ഞെന്നാ ഞാൻ പറഞ്ഞ എന്നാ പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു എന്ത്, അവസാനത്തെ പദം യഖീൻ എന്നാണ്, അവസാനത്തെ പദം. അപ്പം എനിക്ക് തിരിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഖൈറുമാ ഉൽഖിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽ യഖീൻ. അതാണ്ട് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അപ്പം തന്നെ അയാൾ 5 ലക്ഷം ഉറുപ്യ മഅദിനൊന്ന് 50,000 ഉറുപ്യ എനിക്കും തന്നു. എത്ര? 5 ലക്ഷം ഉറുപ്യ ആർക്കെന്ന്? മഅദിനൊന്ന് എനിക്കൊന്ന് എന്ത് തന്ന്? 50,000 ഉറുപ്യം തന്ന്. എന്തുകൊണ്ട്? അയാൾ ഇക്കാലം വരെ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ട് അയാൾക്ക് കിട്ടാത്തത്, ഏത് ബിസിനസ്സിൻ്റെയും ഏത് സംരംഭത്തിൻ്റെയും മൂലക്കല്ല് ഖൈറുമാ ഉൽഖിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽ യഖീൻ, കോൺഫിഡൻസ് ആണ്. കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. ഞാൻ അബീർ ക്ലാസ് എടുക്കുമ്പോൾ വലിയൊരു ബിസിനസ്സുകാരുണ്ട്, വലിയ ബിസിനസ്സുകാരൻ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, നിങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യില്ലേ? ആ, എന്നാൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സ്റ്റാഫിൽ എന്താണ് പരിശോധിക്കേണ്ടത് എന്നത്, എത്ര റൗണ്ടാണ് നടത്തേണ്ടത്, ഇൻ്റർവ്യൂവിൽ കാര്യമായിട്ട് എന്താ പരിശോധിക്കേണ്ടത് എന്നുള്ളതൊക്കെ എന്തായിട്ടുണ്ട് മുത്തുനബി പഠിപ്പിച്ചു തന്നിട്ട് പറഞ്ഞ് ഞാൻ എന്തായി യാ അയ്യുഹൽ മലു അഫ്തിക അയ്യുഹൽ മലു അയ്യകും യഅ്തൂനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ ഖാല ഇഫ്രീതും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക ഹാദാ വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ എന്ന ആയത്താണ്ട് ഓതിയാണ് മുത്തനബി പഠിപ്പിച്ചത്. പ്രധാനമായിട്ടും 2 കാര്യമാണ് ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ടത്. ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട എത്ര കാര്യമാണ്? 2 കാര്യമാണ്. ഒന്ന്, അവൻ്റെ സ്കില്ലുകൾ എന്തെല്ലാമുണ്ട്, ഏതെല്ലാം സ്കില്ലുകൾ അവനിക്കുണ്ട്, അത് ഓരോ കഴിവുകളെക്കുറിച്ച് എന്താക്കണം, ചിലപ്പോൾ 8, 10, 20 ആ സ്കില്ലുകളെക്കുറിച്ചൊക്കെ അവനക്ക് പരിശോധിക്കണം. സ്കില്ലിൽ 100% കഴിവുണ്ടായാലും അവൻ അപ്പോയിൻമെൻ്റ് ചെയ്യാൻ പാടില്ല. രണ്ടാമത് പ്രധാനമായിട്ട് അതേപോലെ നിങ്ങൾ പരിശോധിക്കണം, അമീൻ, അവൻ സത്യസന്ധനാണോ ഇല്ലേ, സ്പിരിച്വാലിറ്റി നോക്കണം, മൊറാലിറ്റി നോക്കണം, ധാർമ്മികതകൾ എന്താവണം നോക്കണം. എങ്കിലേ എന്താക്കാൻ പറ്റുള്ളൂ, ഒരു സ്റ്റാഫിനെ അപ്പോയിൻമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നങ്ങോ. അതാണ്ട് കേട്ടപ്പോൾ അയാൾക്ക് അപ്പം സന്തോഷമായിട്ട് അപ്പം തന്നെ 2000 ദിർഹം എടുത്തിട്ട് ആരെ കൈ തന്നാ പോക്കലാര്, എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഒരു പുതിയ ബിൽഡിംഗ് എന്താകുന്നുണ്ട് വരുന്നുണ്ട്, ആ ബിൽഡിംഗ് തന്നാൽ ഞാൻ ചോദിക്കുക പിരിവ ഇതാണ്ട് കഴിഞ്ഞ പാട് കീശയിൽ നിന്ന് എന്തായിട്ട് 2000 ദിർഹം എന്ന് പറഞ്ഞപ്പോൾ എത്ര 50,000 ഉറുപ്പ്യായി. എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഒരു പുതിയ ബിൽഡിംഗ് എന്താകുന്നുണ്ട് ലുലുവിന് കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ ലാസ്റ്റ് ഫിനിഷ് സ്റ്റേജിലാണ്. അതിന് ഞാൻ ഒരു 10-50 കുട്ടികളെ ഞാൻ എന്തേ കൊണ്ട് മാതിലേക്ക് സ്പോൺസർ ചെയ്തുകൊണ്ട് എന്തായിട്ടുണ്ട് 10-50 കുട്ടികളെ അയാളെ ലാസ്റ്റ് ലുലുവിന് എന്ത് കൊടുത്തിട്ടുണ്ട്, വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് ശരിയായ ഞാൻ ഒരു 50 കുട്ടികളെങ്കിൽ ഞാൻ എന്തായിക്കൊണ്ട് നല്ല സ്പോൺസർ. ആർക്കാണ് മുത്തുനബിയിൽ മാതൃക ഇല്ലാത്തത്? എത്രയാണ് മുത്തുനബിയിൽ മാതൃക ഉള്ളത്? അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, നമുക്ക് ലോകത്തിന് മുഴുവൻ എക്കാലത്തും മുത്തുനബി മാതൃകയാണ്. എക്കാലത്തും ഇനി ഞാൻ പറഞ്ഞാൽ നേരം പോലെ ഒരു നിരയെ പറയണ്ടോ. എനിക്കിപ്പോൾ പൂക്കോട്ട് അഷ്റഫുലിയരെ അവിടെ എൻ്റെ ആദ്യ ദർസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് വലിയ രസമുണ്ടായി. ഇന്നിപ്പോൾ ഈ സംസാരം കൊണ്ട് കുറേ ഫായ്ദ ഉണ്ടാകും. ഇന്നിപ്പോൾ മറ്റേ ആക്സിഡൻറ്റിൽ മരിച്ചില്ലോ, ഏതിൽ 3 കുട്ടികളും മുതൽ സലീം മാഷിൻ്റെ അതിലിപ്പോൾ ഒരു കുട്ടിന്ന് മരിച്ചല്ലോ, ആര് ഫഹദ് കുട്ടി മൈതസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവർ ജാഫറിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യ നമ്മുടെ കഠിന ഗ്രൂപ്പ് വിരോധിയായിരുന്നു, കഠിന ഗ്രൂപ്പ് വിരോധി ആയിരുന്നു. അങ്ങനെ
ഉസ്താദിൻ്റെ ഒരു ക്ലാസ് കേട്ടതാണ്. ഇപ്പോൾ സജീവായിട്ട് ആരാളായിട്ടുണ്ട്, നമ്മളെ ആള് ആയിട്ടുണ്ട്. എനിക്ക് ഉസ്താദിനോട് സന്തോഷം പറയുന്നപ്പോണ്ടായ സംഭവമാണ്. ഇപ്പോൾ കുന്നമംഗലം ജയന്തി നിസാമി ഉസ്താദ്, അല്ലാ എത്ര സീരിയസ് ആയിരുന്നു, എത്ര പ്രയാസമായിരുന്നു. അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഫർസാന ഡോക്ടർ എന്ത് ജാതി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഏതോ ഒരു ക്ലാസ്സിൽ ആര് പങ്കെടുത്താണ്? ഫർസാന ഡോക്ടർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ക്ലാസ്സിൽ എന്തായതാണ് പങ്കെടുത്തതാണ്. ആ പങ്കെടുത്തത് ഫർസാന എന്താക്കി, ഡോക്ടർ നന്നായി ട്രീറ്റ്മെൻറ്റ് നടത്തിയെന്നല്ല, 5 പൈസ ആർക്ക് കുന്നമംഗലത്തിന് ചിലവായില്ല എന്നല്ല, കുന്നമംഗലത്തിന് ചിലവാകുന്നതിൽ അപ്പുറം എന്താക്കി ബാങ്ക് അക്കൗണ്ടിൽ വേറെ നിലക്ക് കൊടുത്തു. ഇന്നിപ്പോൾ വേറെ അത്തി ഉസ്താദിൻ്റെ മരുവൻ അസ്ലം മാഴ്സൻ, ഉസ്താദിൻ്റെ മരുമകൻ അസ്ലം മാഴ്സൻ എന്താക്കി പറഞ്ഞ് വാപ്പക്ക് വലിയ ക്യാൻസറാണ്, ഇവിടെ ആയതുകൊണ്ട് ഫർസാന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫർസാന ഡോക്ടർ ആയതുകൊണ്ട് വല്ലാത്ത പരിഗണന കിട്ടിയത്. എപ്പം ചെല്ലുമ്പോൾ ആദ്യം വിളിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഇങ്ങനെ നമ്മൾ മുത്തുനബിയെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചാൽ ഓരോ പഠനത്തിൽ നിന്നും നമുക്ക് എത്രത്തോളം നമ്മൾ വായിക്കുക ഇങ്ങനെ നല്ലോണം. അതിനാണ് മുത്തുനബിയെക്കുറിച്ച് നല്ലോണം വായിക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാവണം. അല്ലാഹു തആല നമ്മളൊക്കെയും അൽഹംദുലില്ലാ ഈ പരിപാടിയിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കുട്ടികൾ 1 കോടി സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എന്നുള്ളത്. 1 കോടി സ്വലാത്ത് ചൊല്ലിയെന്നുള്ളത്. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ചര്യ ഞാൻ ഈ റബീഉൽ അവ്വൽ മുത്തുനബിൻ്റെ പകർത്താൻ തീരുമാനിച്ചു. മുത്തുനബിൻ്റെത് പകർത്താൻ തീരുമാനിച്ചു. മുത്തുനബിൻ്റെ മുത്തുനബിൻ്റെ സൈക്കോളജി എത്ര മാതൃകയാണ്. മുത്തുനബിൻ്റെ സൈക്കോളജി ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അയാൾ ഒരൊറ്റ നിബന്ധന എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ, എല്ലാം കൂടി എനിക്ക് വയ്യൂല. എന്താ പറയുക, ഒരൊറ്റ കാര്യം പറയണം, കളവ് പറയരുത്. എന്താ പറയുന്നത്? കളവ് വേള ആശ്വാസം. എന്ത് ബാക്കി കാര്യങ്ങളൊക്കെ എന്താക്കാലോ, ചെയ്യാലോ, പെണ്ണ് പിടിക്കാലോ, കള്ളു പിടിക്കാലോ, എന്ത് മാത്രമല്ലേ ഉള്ളൂ കളവ്. പക്ഷേ മുത്തുബയിലുള്ള എന്താ, അയാളെ കള്ളു പിടിക്കാൻ നോക്കും. പടച്ചോനെ മുത്തുനബി എങ്ങനെ നാളെ കള്ളു പിടിച്ചു വെച്ചാൽ എന്താ പറയാൻ പറ്റൂല, കളവ് പറയാ പറ്റൂല. അപ്പോൾ പിന്നെ ഞാൻ കള്ളു പിടിച്ചാലോ ഞാൻ എന്താ ചെയ്യും? അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും എന്ത് പറയേണ്ടി വരും? അപ്പം മുത്തുനബിൻ്റെ ആരെ കണ്ടാലും അവിടുത്തെ സൈക്കോളജി ഇങ്ങനെ. അപ്പോൾ അത് ഇങ്ങനെ അല്ലാഹു തആല മുത്ത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ഒരു ചര്യ, ഒരു സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ ഞാൻ തീരുമാനിച്ചു. ഒരു ചര്യ, ഒരു സുന്നത്ത്, അങ്ങനെ നമ്മൾ കൂട്ടി നമ്മുടെ ജീവിതം നന്നാക്കി തീർക്കുക. റബ്ബനി തൗഫീക്ക് നൽകണേ അല്ലാഹ്, തൗഫീക്ക് നൽകണേ അല്ലാഹ്, ഖൈർ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പഠിക്കുന്ന കാലത്ത് നന്നായി പഠിക്കുക. 3 കാര്യം എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. ഒന്ന്, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. നിങ്ങളെ വാപ്പാരും ഉമ്മാര് ഇപ്പോൾ ഇവിടെ പഠിക്കാൻ ചേർന്നാൽ നിങ്ങളെ വീട്ടിൽ ആരാ അരി വാങ്ങിത്തരിക, ആരാ വീടുണ്ടാക്കി തരിക? അവർക്ക് നിങ്ങളെപ്പോലെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കാലമുണ്ട്, ആ കാലമാണ് നിങ്ങളുടെ കാലം. രണ്ടാമത്തേത്, പഠിക്കേണ്ടതെല്ലാം പഠിക്കണം. മൂന്നാമത്തെ, പഠിക്കുന്നതെല്ലാം നന്നായി പഠിക്കണം. ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ അവിടുന്ന് പറഞ്ഞാൽ തോന്നുന്നു, ലോകോത്തര പ്രതിഭകളിൽ 80% യതീമക്കളാണ്. കഴിഞ്ഞ ഇവിടുന്ന് പറയില്ലേ, ലോകോത്തര പ്രതിഭകളിൽ 80% ആരാണ്? യതീമക്കളാണ്, സമ്പന്നരല്ല. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. ആ കുട്ടിൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഇവിടെ കൊളംബോല്
ആര്? ഫൈസൽ. ആ, ഞാൻ കഴിഞ്ഞ കൊല്ലം നമ്മുടെ മാജിക്സിലെയും സാൻടെക്കിലെയും കുട്ടികൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം കരിപ്പൂര് കർമൂശി ബഷീറിൻ്റെ നാട്ടിൽ ഒരു തറക്കലിടാൻ വേണ്ടി ചെന്നപ്പോൾ മദ്രസയ്ക്ക് തറക്കലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഒരു പാവപ്പെട്ട യത്തീംകുട്ടിയുടെ വീടിന് തറക്കലിടാണ്ട് പറഞ്ഞു. നമ്മളെന്തായാലും പരിഗണിക്കാമല്ലോ. അങ്ങനെ ഞാൻ തറക്കലിട്ട് ആ കുട്ടി ഒഴിഞ്ഞിങ്ങനെ ദൂരെ വന്നിട്ട് എനിക്ക് കാശ് തന്ന്. യത്തീംകുട്ടികൾ എന്ത് വാങ്ങാൻ പാടില്ലല്ലോ, കാശൊന്നും വാങ്ങാൻ പാടില്ല. അപ്പോൾ നിർബന്ധിച്ചിട്ട് ഓന് അവിടെ നിന്നൊന്നും വരാതെ കുറേ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് കാശ് തന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്ത് ഇതാവട്ടെ, റാഹത്തിലാവട്ടെ, സന്തോഷം, ഇപ്പം കാശ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം ഞാൻ നല്ല ആശ്വാസത്തിലാണ്, എനിക്ക് നല്ല സുഖമാണ്, സന്തോഷം. എൻ്റെ ഓഫീസ് കൊളംബിയയിലാണെന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസ് കൊളംബിയയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ആസ്ട്രേലിയയും തമ്മിൽ ചിലപ്പോൾ മാറിപ്പോയുണ്ട് എന്ന മാതിരി ശ്രീലങ്കൻ്റെ കൊളംബോ എന്ത് മാറിപ്പോയതാണ്, കൊളംബിയ ആയതായിരിക്കും. ഞാൻ ചോദിച്ചു ശ്രീലങ്കൻ്റെ ക്യാപിറ്റൽ കൊളംബോലല്ലേന്ന് വെച്ച്. എല്ലാ ഉസ്താദ് അമേരിക്കയിലെ കൊളംബിയയിലാണ്. എന്ത് ഞാൻ അങ്ങനെ മൂക്കത്തേരിൽ വെച്ച് എന്താ ഇവർക്ക് എന്താകുക, മഅദി യത്തീഖാനെ പഠിച്ച ഫൈസൽ എന്താകുകയാണോ. അപ്പോൾ ഞാനൊന്ന് നല്ലോണം അപ്പം പറഞ്ഞു ഉസ്താദ് എനിക്ക് വല്ലാ വിഷമം തോന്നിപ്പോയി. ഈ സയൻടെക്കിലെയും മാജിക്സിലെയും കുട്ടികളൊക്കെ പഠിക്കുന്നത് നന്നായിരിക്കും മനസ്സിലാക്കണത്. ഞാൻ മഅദി യത്തീഖാനയിൽ പഠിച്ചു. അങ്ങനെ +1 +2 പഠിക്കുന്ന കാലത്ത് എനിക്ക് സ്പാനിഷ് പഠിക്കാൻ വല്ലാതെ പൂതിയുണ്ട്. എനിക്ക് സ്പാനിഷിന് കാശ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. എന്നാൽ സയൻടെക്കിലെ കുട്ടീൻ്റെ ബുക്ക് എടുത്തിട്ട് ഓൻ വന്നതിന് ശേഷം ഓൻ്റെ ബുക്ക് എടുത്തിട്ട് ഞാൻ എന്തായാലും ഇങ്ങനെ ചൊല്ലി പഠിക്കലാണ്. അങ്ങനെ ഇപ്പം ഞാൻ എന്ത് പഠിച്ചു, സ്പാനിഷ് എങ്ങനെ പഠിച്ച്. എല്ലാവരും ഇവിടെ നിങ്ങൾക്ക് സയൻടെക്കിലും മാജിക്സിലും ഒക്കെ സ്പാനിഷ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ എന്താകുക, അത് പഠിപ്പിക്കുന്നത് വലിയ രസമാണ്. ഇതൊക്കെ പറയട്ടില്ല. ഞാൻ ഇപ്പം ഇന്നലെ ഓഫീസ് സ്റ്റാഫിൽ വെച്ചിട്ട് പറയണേ അതിൻ്റെ രംഗം അതും കൂടി പറഞ്ഞാൽ നിർത്താം. ഇന്നലെ ഓഫീസ് സ്റ്റാഫിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു കുട്ടികളൊക്കെ ഒന്ന് 1997 എനിക്ക് അന്നൊക്കെ മുത്താലിമീങ്ങൾ നന്നായി മോഡേൺ അറബിക്ക് പഠിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ PMK ഫൈലി ഉസ്താദിനെ മർഹൂം മരിച്ചുപോയി കൊണ്ടുവന്നിട്ട് അസറിൻ്റെ ശേഷം 40 ആൾക്ക് ക്ലാസ് എടുപ്പിച്ച് അന്ന് എനിക്ക് ചായ ഒക്കെ കൊണ്ടുപോയി തരുന്ന ഖാദിമി ക്ലാസ്സിലാണ്. എനിക്ക് അസ്രസ്കരിച്ചിട്ട് ചായ കിട്ടായിട്ട് ഞാൻ ഇടങ്ങേറായി കാത്തിരുന്ന്. അങ്ങനെ അവസാനം എന്തായെന്ന് അറിയിക്കുകയാണെങ്കിൽ ചായ ഇട്ടത് 6:55 മഗ്രിബ് 6:50 അപ്പോൾ ഞാൻ ചോദിച്ചു ക്ലാസ് എന്തുണ്ടെന്ന് വെച്ച്. അപ്പം എന്നോട് പറഞ്ഞു എന്താ ഗൾഫിൽ പോയി വണ്ടി ആക്സിഡൻ്റ് ആകുക, എന്നിട്ട് അതിൻ്റെ ക്ലൈം ഇതാക്കുകയാണ്. എന്താണ് ഞങ്ങളതിന് ഗൾഫിൽ പോകുന്നുണ്ടോ, ഞങ്ങൾ വണ്ടി ആക്സിഡൻ്റ് ആകും, ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടെന്നെല്ലാം പറഞ്ഞു. ഞാൻ അന്നാണ് സത്യത്തിൽ എന്ത് പഠിച്ചത്, ആക്സിഡൻറ്റിൻ്റെ അറബിയിൽ എന്താ പറയുക മുസാദഫത്ത് എന്ന് ഞാൻ പഠിച്ച അന്നാണ്. അതിലൊരാൾ മാത്രം പഠിച്ചു. 40 ആര് മാത്രം പഠിച്ചു? KT സമദ് സഖാഫി മാത്രം പഠിച്ചു. 39 ആളും സമദ് സഖാഫി ഉണ്ടോ? ഉണ്ട്. ആര് മാത്രം പഠിച്ചു? സമദ് സഖാഫി മാത്രം പഠിച്ചു. വേറെ ആരും എന്തായില്ല, കളിയാക്കി. അങ്ങനെ അവസാനം കഴിഞ്ഞ് സമദ് സഖാഫി ഇപ്പോൾ എന്ത് തുടങ്ങി, അറബിക് അക്കാദമി തുടങ്ങി. ഈ കളിയാക്കിയ മുഴുവൻ ആളുകളും കുട്ടികളോട് കൊണ്ട് ചേർത്തി, സമദ് സഖാഫിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചേർത്തി എന്നല്ല. അതിലൊരാൾ ഒരു ദിവസം എന്താ മോന് വാപ്പനോട് എന്തു പറയാണ്, അറബി അറിയാം. അപ്പം മുടലടാ എന്ന് പറഞ്ഞു. എന്താ അപ്പം ഞാൻ ഇപ്പം എന്തായിന്ന് വെച്ച് ഞാൻ എന്തായിന്ന് ഇതൊക്കെയാണ് ഞാൻ എന്ന പോലെയാണ് ഇവിടെ. എനിക്കറിയില്ല മാജിക്സിൽ സാൻടെക്കിൽ എത്ര കുട്ടികൾ സ്പാനിഷ് പഠിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏത് വരാത്ത സ്പാനിഷ് അക്കാദമിയിൽ ചേരാൻ കഴിയാത്ത യതീംഖാനയിലെ ഫൈസൽ. ആ ഫൈസലിൻ്റെ കഥ കേട്ടാലാണെങ്കിലോ ഉമ്മിയില്ല, ബാപ്പിയില്ല, ജേട്ടനില്ല, അഞ്ചനുമില്ല. എന്നിട്ട് ആ ഫൈസലിനെ യതീംഖാനെ കൊണ്ട് ചേർത്തത് ആരാന്ന് ചോദിച്ചാൽ കർമൂശി ബഷീറിൻ്റെ വാപ്പ കാതുറിലാണ് ഇവിടെ എന്തായി കൊണ്ട് ചേർത്തിയത്, യതീംഖാനയിൽ കൊണ്ട്
ചേർത്തിയത്. എന്നിട്ട് ഇവിടുന്ന് SLC കഴിഞ്ഞിട്ട് എന്തിന് കാശില്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ എന്നെ വല്ലാതെ വേദനിപ്പിച്ച രംഗാണ് ആ രംഗം. എന്നെ വല്ലാതെ വേദനിപ്പിച്ച രംഗാണ്. പഠിച്ചവൻ അങ്ങനെ ഫൈസൽ പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും സംവിധാനം ചെയ്തു കൊടുത്തൊരു എത്തിയും കുട്ടികളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെ അവസാനം ഈ കുട്ടി എന്തായാലും ഏത് പഠിച്ചില്ല, സ്പാനിഷ്. ആര് പഠിച്ചു? ഫൈസൽ പഠിപ്പിച്ചു. ഫൈസൽ എന്തായി? കൊളംബിയയിൽ ഓഫീസ് തുടങ്ങി. ഇപ്പോൾ നല്ല സമ്പന്ന അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് എത്തിക്കണേ അള്ളാഹ്. അപ്പോഴാണ് ഇത് നമ്മൾ സുഖലോലുപതയിൽ കിടന്ന് കടിയും. അതേ സ്ഥാനത്ത് മറ്റുള്ളവരാണെങ്കിലോ നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളവും ബീഹാറും എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ചാറ്റ് GPT നോക്കുക. കേരളത്തിലെ തൊഴിലിലെ കേരളത്തേക്കാൾ എത്രയോ സാമ്പത്തികമായിട്ട് താഴ്ന്നിട്ടാണ് ആയിരിക്കുന്നത്. ബീഹാർ അടിമതി മുങ്ങിക്കുളിച്ച സ്ഥലമാണ്. അതുപോലെ തന്നെ സാക്ഷരതയിലും മറ്റെല്ലാറ്റിലും ഏറ്റവും വേഷം. പക്ഷേ ഈ കേരളത്തിൻ്റെ 10 ഇരട്ടിയാണ് IAS എവിടെ ഉള്ളത്? ബീഹാറിലുള്ളത്. സുഖസമ്പൂർണതയോടുകൂടെ സുഖലോലുപതയിൽ കിടന്നാൽ പഠിക്കാൻ കഴിയില്ല. അപ്പം മാജിക് ഷോയിലെ കുട്ടികളോട് ഞാൻ പറയാനുള്ളത്, മാജിക്കിലെയും സയൻസ് ടെക്കിലെയും കുട്ടികളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ഐശ്വര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇതുകൊണ്ട് നമ്മൾ സുഖലോലുപതയിൽ കഴിയാൻ പാടില്ല. നമ്മൾ നന്നായി കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കണം. അഷ്റഫുൽ ഖൽഖ് സംഘങ്ങൾ ലോകോത്തര അതിനേക്കാൾ വലിയ പ്രതിബന്ധോ? ഉമ്മയും ബാപ്പിയില്ലാത്ത എത്തിയും കുട്ടിയല്ലേ? ജേഷ്ഠനുമില്ല അനുജനില്ലാത്ത എത്തിയും കുട്ടിയല്ലേ? പെങ്ങൾ ആരും ഇല്ലാത്ത എത്തിയും കുട്ടിയല്ലേ? ആര്? മഹാൻ ഇമാം ഷാഫി റളിയല്ലാഹു തങ്ങൾ എത്തിയും കുട്ടിയല്ലേ? മഹാൻ ഇമാം ബുഖാരി റളിയല്ലാഹു തങ്ങൾ എത്തിയും കുട്ടിയല്ലേ? മഹാൻ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഖസാലി റളിയല്ലാഹു അൻഹു എത്തിയും കുട്ടിയല്ലേ? കൊടും പട്ടിണിയല്ലേ? അങ്ങനെ ലോകോത്തര പ്രതിഭകളായ മഹാനാ ശൈഖുന സുൽത്താൻ കാന്തപുരം ഉസ്താദ് എന്തല്ലേ എത്തിയും കുട്ടിയല്ലേ? AP ഉസ്താദിൻ്റെ രംഗമൊക്കെ കേട്ടുകയാണെങ്കിൽ പാവം കണ്ണീര് തന്നെ വന്നു. ഉസ്താദ് ഒരു പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞ വാക്കാണ് എന്താകുക, ഏത് ചെറിയ കുട്ടികൾക്ക്, എത്ര പാവപ്പെട്ട കുട്ടികളാണ് പെരുന്നാക്ക് പുതിയ തുണിപ്പ് എടുക്കൂലേ? AP ഉസ്താദിൻ്റെ ചെറുപ്പത്തിൽ പെരുന്നാക്ക് പോലും എന്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പുതിയ തുണിപ്പ് എടുക്കുക. എന്നിട്ട് പഴയ തുണിപ്പ് എടുത്ത് ചെല്ലുമ്പോൾ കുട്ടികൾ കളിയാക്കും. കുട്ടികൾക്ക് അറിയില്ലോ ആരെ കളിയാക്കരുത് എന്നുള്ളത്, എത്തിയും കുട്ടികളെ കളിയാക്കരുത്. എന്നിട്ട് ഉസ്താദ് ചെന്നുകാണ്ട് കുട്ടിക്കാലത്ത് എത്തിയും കുട്ടിയായിട്ട് ഉസ്താദിൻ്റെ അമ്മനോട് എന്താവും പറയും, എന്നെ കുട്ടികൾ എന്താക്കട്ടെ. അപ്പോൾ ആരും കരയും, ഉസ്താദിൻ്റെ ഉമ്മയും കരയും. അങ്ങനെ കൊടും ദാരിദ്ര്യത്തിൽ നിന്നല്ലേ ആര് വന്നത്? മഹാനാ ശൈഖുനാ സുൽത്താൻ കാന്തപുരം ഉസ്താദ് വന്നത്. അപ്പം ദാരിദ്ര്യങ്ങൾ നമ്മൾ ഈ മാജിക് ഷോയിലെയും സയൻസ് ടെക്കിലെയും അതുപോലെ തന്നെ മാജിക് സയൻസ് അല്ലേ സയൻടെക്കിലെയും കുട്ടികൾ അൽഹംദുലില്ലാ വാപ്പാർക്ക് ദീർഘായുസ്സും ആരോഗ്യം ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്, ഫത്ഹ് സലാമത്ത് നൽകണേ അല്ലാഹ്. പക്ഷേ ഈ സുഖലോലുപതയിലൊന്നും കഴിയരുത്. ഞാനിപ്പോൾ എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ മകനോട് നന്നായി പറഞ്ഞു, എൻ്റെ സ്വത്ത് കണ്ട് എൻ്റെ ഐശ്വര്യം കണ്ട് ഒരിക്കലും വലിപ്പെട്ടു പോകരുത്. ഇതൊന്നും എക്കാലത്ത് നിലനിൽക്കും, എന്തുണ്ടാകും എന്നൊന്നും പറയാൻ പറ്റൂല. അതൊക്കെ എന്തും സംഭവിക്കാം, എത്ര ആളുകളില്ലാതെ. അപ്പോൾ സ്വയം അധ്വാനിച്ചുകൊണ്ട് സ്വയം കഷ്ടപ്പെട്ട് ഞാൻ എപ്പോഴും ഇപ്പം എൻ്റെ മകനക്ക് ഞാൻ കൊടുക്കുന്ന ഉപദേശം അതാണ്. അള്ളാഹിൻ്റെ തൗഫീഖോടെ എനിക്ക് എല്ലാ സംവിധാനവും സൗകര്യം തന്നു. പക്ഷേ ആ സുഖലോലുപതയിൽ ആര് വളരാൻ പാടില്ല? എൻ്റെ മകൻ വളരാൻ പാടില്ല. എൻ്റെ മകൻ കഷ്ടപ്പാടും ത്യാഗങ്ങളും സഹിച്ച് വളരണം. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകണേ അല്ലാഹ്. വേഗം അൽഹംദുലില്ലാ 5 ഗ്രൂപ്പ്: ഖുർത്തുബ, ബുഖാറ, തബരീസ്, ഖുറാസാൻ, ഇസ്ഫഹാൻ. അൽഹംദുലില്ലാ 5 ഗ്രൂപ്പ്. അതിൽ ഇസ്ഫഹാൻ അൽഹംദുലില്ലാ 336 പോയിന്റ്. അൽഹംദുലില്ലാ. ഖുറാസാൻ അതിനേക്കാൾ 11 പോയിന്റ് കൂടി 347 പോയിന്റ്. അൽഹംദുലില്ലാ. അതിനേക്കാൾ 20 പോയിന്റ് കൂടി 367 പോയിന്റോടുകൂടെ തബരീസ്. അൽഹംദുലില്ലാ. ബുഖാറ അതിനേക്കാൾ ഏകദേശം 80 പോയിന്റ് കൂടി. അൽഹംദുലില്ലാ 448 പോയിന്റ്. അൽഹംദുലില്ലാ. അതിനേക്കാൾ 55 പോയിന്റോടുകൂടെ 1-ാം സ്ഥാനത്ത് ഖുർത്തുബ. അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ. കുർത്തുബക്കാരൊന്ന് എഴുന്നേറ്റിക്കട്ടെ. ആരാണ്? മാഷാ അല്ലാ, ഒന്ന് വരട്ടെ. അല്ല, അവർ ആദ്യം കിട്ട് ട്രോഫിൻ്റെ മുമ്പ് ആദ്യം കിട്ട് വരട്ടെ. ഈ കുർത്തുബ എന്ന് പറഞ്ഞ എവിടെയാണ്? എവിടെയാണ് കുർത്തുബ? റിയാദിലോ? റിയാദില് സ്പെയിനിൽ രണ്ടായി, ഒന്ന് റിയാദായി, ഒന്ന് സ്പെയിനായി. ഇഞ്ഞോ പടച്ചോനെ, ഇതാണ് നമ്മളെ പണ്ടത്തിൻ്റെ ശൈലി. സ്പെയിനാണ്. എങ്ങനെയാണ് കുർത്തുബ കീഴടക്കിയത്? പറഞ്ഞപ്പം പൈസ കിട്ടും. ആര് മത്സരിച്ചിട്ട്? എനിക്ക് തിരിയില്ല. അതാണ് ഖൈറു മാ ഉൽഖിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽ യഖീൻ. ഹിജറ 91 ഹിജറ 91 താരിഖ് ബിൻ സിയാദ് താരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു തആല തങ്ങൾ വലിയ കപ്പൽ സൈന്യമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ എവിടെ കൊണ്ടുവന്ന്? കപ്പലിൽ കൊണ്ടുവന്ന് എവിടെ ഇറക്കി? കരയിൽ എന്താ കാട്ടല്? കപ്പൽ എന്താ കാട്ടുക? ഇവിടെ ഷോൾഡർ അല്ലേ? തീരത്ത് നിർത്തിവിടും അല്ലേ? അങ്ങനെ താരിഖ് ബിൻ സിയാദ് അങ്ങനല്ലേ ചെയ്തത്? തീയിട്ടാണ്ട് കത്തിച്ചു. താരിഖ് ബിൻ സിയാദ് എന്താക്കി? ആ കപ്പല്, കോടികൾ വരുന്ന കപ്പൽ എന്താക്കി? താരിഖ് ബിൻ സിയാദ് എന്താക്കി? കത്തിച്ച് നശിപ്പിച്ച്. താരിഖ് ബിൻ സിയാദ് ശരിയോ തെറ്റോ? എന്ത് ശരി? അതായത് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഉറപ്പായില്ല. ഇനി ജീവനോട് കൂടെ നാട്ടിലേക്ക് പോകൂലെന്നാണ് ഉറപ്പ്. ഇനിയിപ്പോൾ എന്തേ മാർഗമുള്ളൂ? ഇവരോട് പടപൊരുതി വിജയിക്കുക എന്ന് എന്തുള്ളൂ മാർഗം? അതാ ഈ തിയറി ആര് പഠിപ്പിച്ചു കൊടുത്താണ്? ഖൈറു മാ ഉൽഖിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽ യഖീൻ. ഇനി വേറെ സംഭവം കൂടി പറഞ്ഞ, ഒരു രാജാവ് സൈന്യങ്ങളേറ്റ് പോവുകയാണ്. വളരെ ന്യൂനപക്ഷ വിജയിക്കാൻ എന്തില്ല, ഒട്ടും സാധ്യതയില്ല. അപ്പം രാജാവ് പറഞ്ഞ്, നമ്മൾ വെറുതെ പോയിട്ട് കാര്യമില്ല, എന്താക്കാൻ കാര്യമില്ല, ജയിക്കാൻ സാധ്യതയില്ല. അപ്പം നമ്മൾ സൈന്യാധിപൻ നമ്മളെന്താക്കുക, ഒന്ന് ഈ കുട്ടികൾ ഇതിടില്ലേ, എന്താക്കുക ഇത്തുള്ള മറ്റൊക്കെ മേലോട്ടില്ലേ, എന്തായാലും പറയല്, ജയിക്കൂല ലോസ് ഇടുക, ടോസ് ഇട്ടിട്ട് അതാ മുന്നിലെങ്കിൽ അതിന് 2 ഭാഗം ഉണ്ടാവൂലേ. അപ്പം ഇതാണ് മുന്നിലെങ്കിൽ ജയിക്കും, ഇതാണ് പിന്നിലെങ്കിൽ എന്താവൂല. അപ്പം നമ്മൾ എന്തിനു പോകണ്ട ഈ പണിക്ക്? അപ്പം എല്ലാവർക്കും എന്തായി, ലോസ് ഇട്ട് നോക്കുമ്പോഴോ ഏതാ മുന്നിൽ വന്നത്? അപ്പം ആൾക്കാർക്ക് എന്തായി, പിന്നെ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ 2 ഭാഗം എന്തേനി. അപ്പം രാജാവ് എന്ത് ചെയ്താണ്, ആളുകൾക്ക് എന്തുണ്ടാകാൻ വേണ്ടി, കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പം ഇങ്ങനെ തുടങ്ങിയ ഒരു അതാണ് നിങ്ങൾക്കൊക്കെയും വേണ്ടത്. എന്താണ്? അപ്പം ഞാൻ ഈ ഖുറാസാനെ പറ്റിയും കുർത്തുബനെ പറ്റിയും ഒക്കെ ചോദിക്കുക. നമ്മളിങ്ങനെ ഈ ഖുറാസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കുർത്തുബ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഇസ്ഫഹാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ എന്താണ് പറഞ്ഞാൽ ബുഖാറ എന്ന് പറഞ്ഞാൽ എന്താ, അതൊക്കെ പഠിക്കണം. അപ്പം ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സാക്കി പഠിക്കുമ്പോൾ എന്തുണ്ടോ, അപ്പം അല്ലാഹു തആല കബൂലാക്കണേ. അല്ലാഹ് ട്രോഫി കൊടുക്കല്ലേ ഇൻഷാ അല്ലാഹ്.